ഹായ് ഫ്രണ്ട്സ്, എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത്. നാം എല്ലാവരും UPI പേയ്മെൻറ്റുകൾ ഉപയോഗിക്കുന്നവരാണ്. ഗൂഗിൾ പേ, ഫോൺ പേ എല്ലാം ഉപയോഗിക്കാത്തവർ വളരെ ചുരുക്കമാണ്. അവരുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളിത് നൽകാൻ പോകുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം മുതലായ UPI പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് മണി ട്രാൻസ്ഫർ നടത്തുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും. ഫെബ്രുവരി 1 മുതൽ ചില UPI ഇടപാടുകൾ പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI അറിയിപ്പ് നൽകിയിട്ടുള്ളത്. യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ട്രാൻസാക്ഷൻ ഐഡിയിൽ സ്പെഷ്യൽ ക്യാരക്ടറുകൾ ഉൾപ്പെട്ടാലാണ് പണമിടപാട് തടസ്സപ്പെടുക. എല്ലാ UPI ഇടപാടുകളും സാങ്കേതിക സ്പെസിഫിക്കേഷനുകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായാണ് ഈ തീരുമാനം. അതുപോലെ നമ്മളിൽ ഭൂരിഭാഗം പേരുടെ UPI ഐഡികൾ നാളെ മുതൽ കട്ടാവാൻ പോകുന്നുവെന്നാണ് ഇതിൻ്റെ ഭാഗമായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയിപ്പ് നൽകിയിട്ടുള്ളത്. നാളെ മുതൽ, അതായത് ഫെബ്രുവരി 1-ാം തീയതി മുതൽ */ അതുപോലെ തന്നെ @ മുതലായ സിമ്പൽ ഇൻക്ലൂഡ് ചെയ്ത് ഉപയോഗിക്കുന്ന എല്ലാ UPI ഐഡികളും പ്രവർത്തനരഹിതമാവുന്നതാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന UPI ഐഡികളിൽ */ തുടങ്ങിയ സിമ്പലുകളൊന്നും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും UPI ട്രാൻസാക്ഷൻ ചെയ്യാൻ സാധിക്കുന്നതല്ല. ഉദാഹരണമായി നമുക്ക് ഒരു സ്പെഷ്യൽ ഡിജിറ്റ് നമുക്ക് നോക്കാം. നമ്മുടെ ഫോൺ നമ്പർ ഒരു 10 അക്ക ഡിജിറ്റാണ് സങ്കല്പിക്കുക. 1 മുതൽ 0 വരെയുള്ള ഒരു 10 അക്ക നമ്പറാണ് സങ്കല്പിക്കുക. അതിനോടൊപ്പം OKSBI എന്നാണ് നമ്മുടെ UPI ID എങ്കിൽ നമുക്ക് ട്രാൻസാക്ഷൻ നടത്തുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടായിരിക്കുന്നതല്ല. 1 മുതൽ 0 വരെയുള്ള മറ്റൊരു 10 അക്ക നമ്പറിനോടൊപ്പം തന്നെ @OKSBI എന്നാണ് UPI ID വരുന്നതെങ്കിൽ നമുക്ക് പണമിടപാട് നടത്തുന്നത് പ്രയാസകരമാണ്. നമുക്ക് സാങ്കേതികപരമായി ഉറപ്പായും നമുക്ക് UPI ട്രാൻസാക്ഷൻ നടത്തുവാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് തന്നെ നിങ്ങളുടെ ഗൂഗിൾ പേയിൽ അല്ലെങ്കിൽ ഫോൺ പേ, പേടിഎം തുടങ്ങിയ മൊബൈൽ ആപ്ലിക്കേഷനുകളിൽ ലോഗിൻ ചെയ്ത് UPI മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. UPI ID ചേഞ്ച് ചെയ്ത് വളരെ എളുപ്പമാണ്. ഈ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ആദ്യം എന്ത് ചെയ്യുക നോക്കുക. നിങ്ങളുടെ ഗൂഗിൾ പേയിൽ എന്ത് ചെയ്യുക, നമുക്ക് ലോഗിൻ ചെയ്ത് പ്രൊഫൈൽ സെക്ഷനിൽ അവിടെ ബാങ്ക് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ നമുക്ക് ഇഷ്ടമുള്ള UPI ID നമുക്ക് റീസെറ്റ് ചെയ്ത് നമുക്ക് നൽകാവുന്നതാണ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായ മറ്റ് വിവരങ്ങളും ആനുകാലികപരമായ മറ്റ് സംഭവ വികാസങ്ങളുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ.